अल्लाह 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 तेरा जलवा है हर सू, तेरा जलवा है हर सू, तेरा जलवा है हर सू, तू ही तू है, तू ही तू, ला इलाहा इल्लल्लाह। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाह अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना। मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु। व नशहदु अन्न सय्यिदना मुहम्मदन सल्लल्लाहु अलैहि वसल्लम अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अम्मा बअद फ़इन्न ख़ैरल हदीस किताबुल्लाह व ख़ैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअ व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फिन्नार। इन उरीदु इल्लल इस्लाह मस्ततअतु व मा तौफीक़ी इल्ला बिल्लाहि अलैहि तवक्कलतु व इलैहि उनीब। अल्लाहुम्मा रब्बि श्रह ली सदरी व यस्सिर ली अम्री वहुलुल उक़दतम मिन लिसानी यफ्क़हू क़ौली। പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ് ഈ മജ്ലിസിൽ നാം ഒത്തുചേരുന്നത്. ഇന്നലെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലെ ചില ധാർമ്മികതകളെയും ഉത്തരവാദിത്വങ്ങളെയും കടപ്പാടുകളെയും കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. വളരെ വിശാലമായി പറയേണ്ട എത്രയോ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ 2-3 ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ലാതെ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമല്ലാത്ത ഒരു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അത് പള്ളിയിലായാലും റോട്ടിലായാലും വീട്ടിലായാലും എല്ലാം നമ്മുടെ ഓരോ ചലനങ്ങളും ദീനിൻ്റെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും വിധേയമാണ്. എന്താണ് ആ വിധിവിലക്കുകൾ എന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സ്പഷ്ടമായി ഉണ്ടതാണ്. എല്ലാം ഹദീസിൻ്റെ കിതാബുകളിലുണ്ട്. എത്ര ലക്ഷം ഹദീസുകളുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു 15 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്ന ആളാണ്. ഹിഫ്ള്. ആ ഹദീസുകൾ അത്രയും റസൂലുള്ളാഹിന്റെ ജീവിതമാണല്ലോ. അവിടുന്ന് പറഞ്ഞതും അവിടുന്ന് ചെയ്തതും അവിടുത്തെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും അനുഭവങ്ങളും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അവിടുത്തെ സഹാബികളും സഹാബികളായ ആണുങ്ങളും സഹാബിയാത്തുകളായ പെണ്ണുങ്ങളും എല്ലാവരും അവർക്കറിയാവുന്നതൊക്കെ പിന്നീടുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞു കൊടുത്തത് മുഴുവനും പിൽക്കാലത്ത് ഇമാമിയങ്ങൾ മനപ്പാഠമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനും കൂടി എഴുതി വെക്കപ്പെട്ടിട്ടില്ല. അതിൽ വളരെ കുറച്ചേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ കുറച്ചേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അതിൽ നിന്ന് വളരെ കുറച്ചേ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ജീവിതം, വിശാലമായി കിടക്കുന്ന ജീവിതം അത്രയും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളും ഇസ്ലാമിൻ്റെ ചര്യകളുമാണ്. അതാണ് ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊക്കെ എത്ര ഹദീസ് അറിയും? റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ നിന്ന് എത്ര എണ്ണം അറിയും എന്നൊന്ന് ആലോചിച്ച് നോക്ക്.
അപ്പൊ നമ്മുടെ വിവരക്കേട് എത്രയെന്ന് മനസ്സിലാകാൻ പിന്നെ തോന പറയേണ്ടി വരില്ലല്ലോ. എന്നാൽ എനിക്കൊന്നും അറിയില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതൊട്ടില്ലാനും ഇത്രയും ഹദീസുകൾ അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ. പരിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനം ആയാത്തുകളുണ്ട്. ഈ ആയത്തുകൾക്ക് മുഴുവനും വ്യാഖ്യാനങ്ങളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. ഓരോ തഫ്സീറിന്റെ കിതാബുകളും 20ഉം 30ഉം 40 ഒക്കെ വാള്യങ്ങളാണ്. ഒരു വാള്യം എന്ന് പറഞ്ഞാൽ 1000ഓളം പേജ് വരും. 30 വാള്യം എന്ന് പറഞ്ഞാൽ 30,000 പേജാണ്. അത് ഒരു ആൾ എഴുതുന്ന ഖുർആൻ വ്യാഖ്യാനം, വേറെ ആൾ എഴുതുന്ന അതുപോലെ വേറെയും. ഇങ്ങനത്തെ ആയിരക്കണക്കിന് തഫ്സീറുകളുണ്ട്. ആ വ്യാഖ്യാനങ്ങളിൽ മുഴുവനും പരിശുദ്ധ ഖുർആൻ വചനങ്ങളുടെ ആശയങ്ങളാണ് പരന്നു കിടക്കുന്നത്. എത്ര ആയത്തിന്റെ തഫ്സീർ നമ്മൾക്കറിയും? ആലോചിച്ച് നോക്ക്. എത്ര ആയത്തുകളുടെ തഫ്സീർ. ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ പോട്ടെ, അതിന്റെ അർത്ഥം അറിയോ? നമുക്കൊക്കെ അർത്ഥം അറിയോ? എന്താണ് പറഞ്ഞത്? ശരിക്കും ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥമായിട്ടുള്ള ഒരു സമുദായമാണ് നമ്മൾ. നമ്മുടെ വേദഗ്രന്ഥമാണത്. ഖുർആൻ അല്ലാതെ ആർക്കെങ്കിലും അഭിപ്രായമോ ആ വിഷയത്തിൽ തർക്കങ്ങളോ ഖുർആന്റെ കാര്യത്തിൽ ഗ്രൂപ്പുകളോ ഒന്നുമില്ലല്ലോ. ഇസ്ലാമിക സമൂഹം മുഴുവനും വിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ് എന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം. പക്ഷേ ആ ഖുർആനിൽ നിന്ന് ഒന്നും നമുക്കറിയില്ല എന്ന് മാത്രം. എന്നാലും ഞാനൊരു അറിവില്ലാത്ത ആളാണെന്ന് നമുക്ക് തോന്നൂല. ഈ ദുന്യാവിൽ ഏറ്റവും അറിവുള്ള ആൾ ഞാനാണെന്നാണ് ഓരോരുത്തർക്കും തോന്നുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തിൽ അല്ലാഹു തആല അയച്ച പ്രവാചകവര്യരാണ്. അല്ലാഹു തആല വഹ്യ് നൽകിയ മഹാൻ. സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക്, സീനാ പർവ്വതം എന്ന് പറഞ്ഞാൽ സീനായി മരുഭൂമിയുടെ ഏതാണ്ട് മധ്യത്തിലാണ് ആ പർവ്വതമുള്ളത്. 7500 അടിയാണ് അതിന്റെ ഉയരം. ഞാനതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. 7500 അടി ഈജിപ്തിലാണ്. ഈജിപ്തിന്റെ കീഴിലാണ് ഇപ്പൊ സീനായി മരുഭൂമി ഉള്ളത്. 7500 അടി ഹൈറ്റുള്ള ആ മലയുടെ മുകളിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് അല്ലാഹു തആല നേർക്കുനേരെ സംസാരിച്ച വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. ഖുർആനിലെ വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചു. കല്ലമല്ലാഹ്, ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് സംസാരിക്കുകയും തൗറാത്തിനെ ഖുർആൻ വഹയായിട്ട് കൊടുത്തതുപോലെയല്ല, തൗറാത്തിനെ എഴുതി പലകയാക്കിയിട്ടാണ് കൊടുത്തത്. ഈ തൗറാത്ത് നൽകുകയും അള്ളാഹു സംസാരിക്കുകയും അള്ളാഹു തആല അങ്ങേയറ്റത്തെ ഇൽമ്, വിജ്ഞാനം നൽകുകയും ചെയ്ത മഹാനാണ് മൂസാ നബി അലൈഹിസ്സലാം. എന്നിട്ട് ഒരിക്കൽ ബനു ഇസ്രായേൽ സമൂഹത്തോട് അഗാധമായ വൈജ്ഞാനിക കാര്യങ്ങൾ വളർന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മൂസാ നബിയുടെ ഉപദേശങ്ങൾ കേട്ട്, ആ വാക്കുകൾ കേട്ട്, ആ വിജ്ഞാനങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടു പോയ ഒരാൾ ചോദിച്ചു, മൂസാ നബിയെ, ഈ കാലത്ത് നിങ്ങളെക്കാൾ വലിയ പണ്ഡിതന്മാരാരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം. അന്നത്തെ അവസ്ഥയിൽ അങ്ങനെ തന്നെയാണ് താനും. കാരണം മൂസാ നബിന്റെ അറിവിൽ മൂസാ നബിയാണ് അന്ന് പ്രവാചകന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഉൽ അസ്മുകളിൽപ്പെട്ട ആളാണല്ലോ. ഇനി ഒരു നബി ഉണ്ടെങ്കിൽ പോലും അന്ന് മൂസാ നബിന്റെ താഴെ ഉണ്ടാവുള്ളൂ, മേലുണ്ടാവില്ല. അപ്പം ആ അറിവ് വെച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല വെറുതെ വിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞ, മൂസാ, നിന്നെക്കാൾ അറിവുള്ള എന്റെ അടിമകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ആ സംഭവം ഉണ്ടായത്. മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല ആ ആളെ അന്വേഷിച്ചു പോകാൻ പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിന്റെ നല്ലൊരു ഭാഗം ആ കഥയാണ്. മൂസാ നബി അലൈഹി സ്വലാം ആ ആളെ തേടിപ്പോയ കഥ. അവര് സഞ്ചരിച്ചു, സുദീർഘമായിട്ട് സഞ്ചരിച്ച് അവസാനം ഒരു കടലോരത്ത് ഒരു ഗുഹയുടെ ഉള്ളിൽ ഒരാളെ കണ്ടെത്തി.
ആരായിരുന്നു ആ മഹാൻ? അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച, വിജ്ഞാനം ലഭിച്ച, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞത് വആതൈനാഹു മിൻ ലദുന്നാ ഇൽമാ, ഞാൻ എന്റെ ഭാഗത്തു നിന്ന് ഇൽമു കൊടുത്ത ഒരാളാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞ മഹാനായ ഖളർ അലൈഹിസ്സലാം. ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതല്ല, പരിശുദ്ധ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ചയും നാം ഓതുന്ന സൂറത്തുൽ കഹ്ഫിലുള്ള കഥയാണ്. അവസാനം ഖളർ തങ്ങൾ കണ്ടെത്തി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കുറച്ചു കാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടാൻ, അള്ളാഹുങ്ങൾക്ക് തന്ന ഇൽമെന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ. മൂസാ നബി വിനീതനായി പോയി. മനസ്സിലായി മൂപ്പർക്ക് എന്നെക്കാൾ വലിയ ആലിമീങ്ങളുണ്ട്. അപ്പൊ ആ മൂസാ നബി അലൈഹിസ്സലാം അന്നത്തെ അറിവുള്ള ആള് ഞാനാണെന്ന് പറഞ്ഞിട്ട് പോലും അള്ളാഹ് സമ്മതിച്ചിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ പീഡിയക്കൊലയിൽ ഇരുന്ന് കാണും ഞാൻ തന്നെയാണ് ഇപ്പൊ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ആലിമെന്ന് ധരിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഈ തർക്കിക്കുന്നത്, എന്നിട്ടാണ് ഈ വാദപ്രതിവാദം നടത്തുന്നത്. അല്ലേ? ഖുർആന്റെ ഒരായത്തിന്റെ തഫ്സീർ അറിയില്ല, 15 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഒരു ഹദീസ് അറിയില്ല. ഇസ്ലാമിന്റെ താരീഖ് അറിയോ? ഖിലാഫത്തുർ റാഷിദ എത്ര വർഷമാണ് നടന്നതെന്നും അതിന്റെ ശേഷം ആരാണ് ഖലീഫയായതെന്നും ഇസ്ലാമിക രാജ്യത്തിന്റെ ഖിലാഫത്ത് എവിടെയാണ് കേന്ദ്രീകരിച്ചിരുന്നത് എന്നും ഉമവി ഖിലാഫത്ത് എത്ര വർഷമാണ് ഉണ്ടായത്, അവരിൽ എത്ര ഭരണാധികാരികൾ ഉണ്ടായി, അതിന്റെ ശേഷം വന്ന ഭരണകൂടങ്ങൾ, അബ്ബാസികൾ, സൽജൂക്കികൾ, ഫാത്തിമികൾ, ഇസ്ലാമിന്റെ ചരിത്രമാണത്, താരീഖ് നമ്മൾക്കറിയോ? മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദുകൾ എങ്ങനെയാണ് ഇജ്തിഹാദ് ചെയ്തത് എന്ന്, എവിടെയൊക്കെയാണ് അവർ സഞ്ചരിച്ചത് എന്ന്, എവിടെയാണ് അവരുടെ ജീവിതം കഴിച്ചുകൂട്ടിയത് എന്ന്, അവർ ശേഖരിച്ചു വെച്ച അറിവുകൾ, അവരുടെ ഗ്രന്ഥങ്ങൾ ഏതാണ് എന്ന് നമുക്കറിയോ? ചോദിക്കുന്ന ഒന്നും അറിയില്ല, എന്നാലും അറിവുള്ളവരാണ് നമ്മളൊക്കെ, എല്ലാം അറിവുള്ളവരാണ്. അല്ലേ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറിവിന്റെ പരിമിതിയാണ്. നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ പിഴവുകളെയും കാരണം അറിവില്ലായ്മയാണ്. ആരും ബോധപൂർവം തെറ്റ് ചെയ്യുന്നതല്ലാതെ, കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലാതെ. പക്ഷെ അറിയില്ല എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്ന്, എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് ഒന്നും അറിയില്ല. നമുക്ക് ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും നിസ്കാരവും നോമ്പുവാണെന്ന് ധരിച്ചു പോകരുത്. പക്ഷെ ഇന്ന് പൊതുവെ ആളുകളുടെ ധാരണ അതാണ്, മുസ്ലിം ആകാൻ വേണ്ടി നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അത് രണ്ടും ഉണ്ടായാൽ ബാക്കി എന്തായിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെയല്ലാതെ നിസ്കാരവും നോമ്പുമൊക്കെ ഇസ്ലാം ദീനിന്റെ ഇബാദത്തുകളുടെ ഒരു ഭാഗം മാത്രമാണ്. ഇബാദത്തുകൾ എന്ന് പറഞ്ഞത് തന്നെ ദീനിലെ ഒരു ഭാഗമാണ്. എല്ലാം ഇബാദത്തല്ല. ഇബാദത്തല്ലാത്ത 100,000 കാര്യങ്ങളുണ്ട്. സാമൂഹ്യ ജീവിതമുണ്ട്, കുടുംബജീവിതമുണ്ട്, അയൽവക്ക ബന്ധങ്ങളുണ്ട്, ഉദ്യോഗങ്ങളുണ്ട്, തൊഴിലുകളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇതൊക്കെ ദീൻ തന്നെയല്ലേ, ഇസ്ലാമിന്റെ ഭാഗങ്ങളല്ലേ? എല്ലാറ്റിലും വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലേ? അറിവ് നൽകുന്ന കാര്യത്തിൽ, വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ഗവേഷണത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിന് അതിന്റെ സ്വന്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് കൊണ്ടാണ് ഒരു കാലത്ത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യത്തെ ദിവസം, ഒരു കാലത്ത് മുസ്ലിം സമൂഹം ലോകത്തെ ഏറ്റവും ഉന്നതന്മാരായ വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളായ പണ്ഡിതന്മാരെ സമ്മാനിച്ചത്. അതൊരു കാഴ്ചപ്പാടാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ, കച്ചവടത്തിൽ, കുടുംബത്തിൽ, നിക്കാഹിൽ, വിവാഹത്തിൽ, സാമൂഹിക ബന്ധങ്ങളിൽ ഈ ലോകത്ത് ജീവിക്കുന്ന എത്രയോ മനുഷ്യവിഭാഗങ്ങളുണ്ട്. മുസ്ലിം സമുദായം മാത്രമൊന്നുമല്ലല്ലോ ലോകത്തുള്ളത്, മറ്റു മതവിഭാഗങ്ങളില്ലേ? ആ മതവിഭാഗങ്ങളോടുള്ള സമീപനം, അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ, അവർ വിശ്വസിക്കുന്ന വസ്തുക്കൾ, അതിനോടൊക്കെ എങ്ങനെ സമീപിക്കണം എന്ന്, ഒരു സമൂഹത്തിന്റെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി എങ്ങനെയൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണം, എല്ലാം ദീനിലില്ലേ? ഇസ്ലാമിന്റെ വിധികളല്ലേ? ഇസ്ലാമിന്റെ സംസ്കാരമല്ലേ? അതത്രയും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. അതിൽ ഇബാദത്ത് എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്. അതിൽ തന്നെയുള്ള 2 സംഗതികളാണ് നിസ്കാരവും നോമ്പും. ഇബാദത്ത് അത് മാത്രമൊന്നല്ല, വേറൊരുപാട് ഇബാദത്തുകൾ. പക്ഷേ ഈ 2 കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സമാധാനിച്ചിരിക്കുകയാണ്, നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളിലൊന്നും നമുക്ക് ദീനിന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, നിസ്കാരവും നോമ്പും എത്ര ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുന്നുവോ അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, സാമ്പത്തികമായ ഇടപാടുകളെക്കുറിച്ച് പഠിക്കണം, സാമൂഹികമായ കടപ്പാടുകളെയും ബാധ്യതകളെയും കുറിച്ച് പഠിക്കണം.
ഓരോ വ്യക്തികളും അവനവന്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് പഠിക്കണം. കാരണം എല്ലാ വ്യക്തികൾക്കും അവനവന്റേതായ അവകാശങ്ങൾ വെച്ചുകൊടുത്തതാണ് പരിശുദ്ധ ഇസ്ലാം. ആ അവകാശങ്ങൾ അംഗീകരിക്കാനും അവരുടെ സ്ഥാനമാനങ്ങളെ ബഹുമാനിക്കാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്ന മുസ്ലിം ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും ഉത്തമമായ സംസ്കാരമുള്ളവനായിരിക്കും. നിങ്ങൾ ഇടപെടുന്ന ആളുകൾ ആരാവട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഇടപെടുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, ബന്ധുക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ ഇല്ലേ, പിന്നെ നമ്മുടെ അയൽവശത്തുള്ള ആളുകൾ ചിലപ്പോൾ മുസ്ലിങ്ങളാകാം, മുസ്ലിങ്ങൾ അല്ലാത്തവരാകാം, നമ്മുടെ ഗുരുനാഥന്മാർ, ശിഷ്യന്മാർ, നാം സമൂഹത്തിൽ ഇടപഴകുന്ന മറ്റു മനുഷ്യർ, ഇവരോടെല്ലാം നമുക്ക് ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. ഇത് ഒരു ഭാഗത്തേക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ബാധ്യതകൾ. ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ തൊഴിലാളിയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമായ തൊഴിലാളി എന്ത് സംസ്കാരമുള്ളവനായിരിക്കണം? ഇസ്ലാമിന് വിധിവിലക്കുകളില്ലേ? എന്നെങ്കിലല്ലേ അവൻ സമ്പാദിക്കുന്ന ഹലാലാവുള്ളൂ. ആ തൊഴിലാളി അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? ഇല്ലാതെ അവൻ സമ്പാദിച്ചുകൊണ്ടിരുന്ന ഹലാലാവൂ. ഒരു മുതലാളി, അയാൾക്ക് ഉത്തരവാദിത്വമല്ലേ? ജോലി ചെയ്യിപ്പിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്വമല്ലേ? ഇത് ഇസ്ലാമിലില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ആകപ്പാട് നിസ്കാരവും നോമ്പ് മാത്രമാണോ ഹദീസിലുള്ളത്? അല്ലല്ലോ. നിങ്ങൾ കന്നുകാലികളെ വളർത്തുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ചെടികൾ, വൃക്ഷങ്ങൾ, കൃഷികൾ, അതിനെങ്ങനെ പരിപാലിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സഞ്ചരിക്കുന്ന പാത, വഴി, അതിനെ എങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ 2 സെന്റിൽ 4 സെന്റിൽ വീടുണ്ടാക്കുകയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ഷീറ്റിന്റെ മുകളിൽ വീഴുന്ന വെള്ളം നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും അത് അടുപ്പിച്ചു കൊണ്ടുപോയി വെച്ചിട്ട് അപ്പുറത്തുള്ളവന്റെ പറമ്പിലേക്ക് വീഴാതെ നോക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഓർത്തു നോക്ക്. ഇതല്ലേ ദീന്? അതെവിടെയാണ് ഇറ കെട്ടേണ്ടത്, എവിടെയാണ് വെള്ളം വീഴേണ്ടത്, എവിടെയാണ് ഇതിന്റെ ചാനൽ വെക്കേണ്ടത് എന്ന് പഞ്ചായത്തുകാരാ തീരുമാനിക്കേണ്ടത്. ഹദീസിലുള്ളതല്ലേ അത്? എഞ്ചിനീയർ വേണോ അതിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ എവിടെയാണ് നീ പൈപ്പ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നീ അത് സൂക്ഷിക്കേണ്ടത് എന്ന്? അപ്പൊ അത്രമാത്രമുള്ള സമ്പുഷ്ടമായ ഒരു ദീനാണ് നമ്മളെ കയ്യിലുള്ളത്. അധിക ആളുകളും ആ രീതിയിലല്ല അതിനെ ചിന്തിക്കുന്നതെന്ന് മാത്രം. നിസ്കരിക്കും, നോൻപോൽക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ സമൂഹത്തോട് ഇടപഴകുമ്പോൾ യാതൊരു ഉത്തരവാദിത്വമില്ല. എത്ര ആളുകൾ ചിലപ്പോൾ കാണാം നല്ല ദീനീബോധമുള്ള ആളായിരുന്നു, നല്ല നിസ്കരിക്കുന്ന ആളുകൾ, നന്നായിട്ട് എല്ലാ 5 നേരം പള്ളിയിൽ വരും, സുന്നത്ത് നിസ്കരിക്കും, ദിക്റുകൾ മുഴുവനും ചൊല്ലും, എവിടെ സലാത്തുണ്ടോ അവിടെയൊക്കെ പോകും, തൊപ്പിട്ടിട്ടേ നടക്കുള്ളൂ, അങ്ങനെയൊക്കെ നല്ല അച്ചടക്കും, പാൻറ്റൊക്കെ വളരെ മേലോട്ട് കയറ്റി കൊടുക്കും. പക്ഷെ അവൻ്റെ ഡ്രൈവറാണെങ്കിൽ ഇതൊക്കെ ചെയ്യും, പക്ഷേ റോഡും ബ്ലോക്ക് ആക്കും. അത് വേറെ കാര്യം ഇല്ലേ? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിൽ എങ്ങനെ പരമാവധി ഇടുങ്ങിയ റോട്ടിൽ ബ്ലോക്ക് ആക്കാൻ പറ്റുമെന്ന് അവൻ നോക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരൊറ്റ കാര്യം പോരെ അവന്റെ നിസ്കാരം മുഴുവനും ബാത്തിലേക്ക് പോകാൻ. ഞാൻ തമാശ പറയല്ല, ഞാൻ കണ്ടതാണ്, അനുഭവിച്ചതാണ്. ഒരു ഇടുങ്ങിയ റോട്ടിൽ ആ മുമ്പുറത്തുണ്ട്, വളരെ ഇടുങ്ങിയ റോഡ്. എത്ര ആളുകൾ, അപ്പുറത്ത് ഹോസ്പിറ്റലിൽ, ഇപ്പുറത്ത് താലൂക്ക് ആസ്ഥാനം, 100,000 ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡ്. അവിടെ ഒരു ദിവസം ചെന്ന് നോക്കുമ്പോൾ ജനങ്ങൾ മുഴുവനും ബസ്സിലിരുന്ന് 1/2 മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെടുന്നു. പുറത്ത് നിറയെ വണ്ടികൾ നിൽക്കുന്നു, ആംബുലൻസ് നിൽക്കുന്നൊക്കെ. റോഡ് ബ്ലോക്കാണ്. ചെന്ന് നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയാണ് എൻ്റെ കാര്യം. നോക്കുമ്പോൾ ഓട്ടോറിക്ഷൻ്റെ ഡ്രൈവറെ കണ്ടു നോക്കുമ്പോൾ കൈയൊടിച്ച് ചുംബിക്കാൻ തോന്നിപ്പോവും. അത്രയും നല്ല മനുഷ്യനാണ്. പക്ഷേ അയാൾ ഇതിൽ വാശിൻ്റെ കാര്യത്തിൽ മൂപ്പര് പുറകോട്ടൊന്നുമില്ല. മൂപ്പരത് നിർത്തം തന്നെ. ഒന്ന് പുറകോട്ടെടുത്തോടത്ത് ഈ വണ്ടികൾ മുഴുവൻ പോകും. അതൊന്നും മൂപ്പർക്ക് വിഷയമല്ല. നിസ്കരിക്കുന്ന ആളാന്ന് ഒറ്റനോട്ടത്ത് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്കറിയാം, ഇവിടെ ഈ ചുങ്കത്ത് ഹോസ്പിറ്റലിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാനവിടെ മാനേജ് ചെയ്യുന്നത്. എന്താ ഒരു ധർമ്മസ്ഥാപനമാണെന്നുള്ളത് നമ്മളത് വളരെ സൂക്ഷിച്ച് പരമാവധി ചെലവ് കുറച്ച്, പൊതുസ്ഥാപനമല്ലേ,
എന്ന് വിചാരിച്ചിങ്ങനെ അതിൻ്റെ നിർമ്മാണപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിയുന്നതും എന്ത് വർക്കിലും കുറഞ്ഞ ചെലവിൽ അത് എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കി കിട്ടാനോ നോക്ക്. ഒരു ദിവസം പാലക്കാട്ട് നിന്ന് ഒരു ലോഡ് സിമൻറ്റ് വന്നു, നേരെ കാമ്പൗണ്ടിലാണ് വന്നു. അപ്പോൾ അവിടെ കുഴിയെടുക്കാൻ മറ്റേ ജോലിക്കാരുണ്ട്, ഞാൻ അവരോട് ആ സിമൻ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോഴേക്ക് എവിടുന്നോ വല്ല പറവകളൊക്കെ പറന്ന് വരുന്ന മാതിരി വരുന്നു ആളുകൾ. തുണിയൊക്കെ മാടി കയറ്റിയിട്ട് അത് ഇറക്കാൻ പറ്റൂല, അങ്ങനെ ആക്കണം ബഹളം ഉണ്ടാക്കി. നോക്കുമ്പോൾ ആരാണ്? അവിടെ പള്ളിയിൽ 5 നേരം 1-ാം സഫിൽ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ശരി തന്നെ, റോട്ടിക്ക് ഇറങ്ങിയവൻ ചുമട്ടുതൊലി ആയതോടുകൂടി അത് വേറെ കാര്യം. അവിടെ പിന്നെ നീതിക്കും ധർമ്മത്തിനൊന്നും ഒരു വിലയില്ല. അവിടെ പിന്നെ നിസ്കാരമില്ല, നോമ്പുമില്ല, സലാത്തുമില്ല. വൈകുന്നേരം പള്ളിക്കലുണ്ടാവും, ഒക്കെ ശരി തന്നെ. സലാത്തിനും സിയാറത്തിനൊക്കെ പോക്ക് കാര്യം തന്നെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എല്ലാ നിലക്കും ശർഈയായിട്ടും ഗവൺമെന്റ് നിയമമനുസരിച്ചും കോടതി വിധി അനുസരിച്ചും അതിന്റെ ഉടമസ്ഥനെ ഇറക്കി വെക്കാൻ ആരെ കൊണ്ട് ചെയ്യിക്കാൻ? പബ്ലിക് സ്ഥലമല്ല, റോട്ടിലൊന്നും അല്ലാതെ അധികാരമുണ്ട്. അതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമല്ല. അവർക്കത് ഇറക്കി വെക്കണം എന്നില്ല. അത് ആര് ചെയ്താലും കുഴപ്പമില്ല, കൂലി അവർക്ക് കിട്ടണം. നോക്കുകൂലി അറിയില്ല നമ്മൾ. ഇങ്ങനെ നോക്കിക്കണതിനുള്ള കാശ് ഈ നിസ്കരിക്കുന്നവനാണ്. ഈ കാശ് വാങ്ങിയിട്ടാണ് അവൻ്റെ കുട്ടികൾക്കൊന്നും തിന്നാൻ കൊടുക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ, എന്താണ് നമ്മളൊക്കെ സ്വഭാവം? ഒരു സൊസൈറ്റിയാണ്, ഒരു മുസ്ലിം സമുദായമാണ്. എന്താണ് നമ്മൾ നിസ്കാരം കൊണ്ട് പ്രയോജനം? അപ്പൊ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ള അത്രയുള്ളൂ. നിസ്കരിക്കാൻ, നോൻപ് വെൽക്കാൻ, ദിക്റും സലാത്തൊക്കെ ഉഷാറായിട്ട് അല്ല, ബാക്കി കാര്യം സമ്പാദ്യം എങ്ങനെയായിരുന്നാലും തിരക്കിടില്ല, സ്വഭാവം എങ്ങനെയായിരുന്നാലും തിരക്കിടില്ല, റോഡ് ബ്ലോക്ക് ആയാലും തിരക്കിടില്ല, ആയില്ലെങ്കിലും തിരക്കിടില്ല, എന്തക്രമം കാണിച്ചാലും വിരോധമൊന്നുമില്ല. ഇതേ സമീപനം തന്നെയാണ് നമ്മൾ വീട്ടിൽ വന്നാലും കുടുംബങ്ങളിലുള്ളത്. നല്ല ആളുകളായിരിക്കും, പള്ളിയിലൊക്കെ നല്ല ആളുകളായിരിക്കും, പക്ഷെ പൊരിയിൽ വന്നാൽ നമ്മളെ സ്വഭാവം മാറും. അവിടെ ഒരു ധാർമ്മികതയും പിന്നെ നമ്മൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ കാശ് എങ്ങനെ ചെലവഴിക്കണമെന്നോ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അത് ഒന്നുകിൽ ഹക്കായതൊന്നും കൊടുക്കൂല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് അമിതമായിട്ട് ദൂർത്തടിക്കും. എല്ലാത്തിനും അല്ലാഹു തആല വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് എങ്ങനെയാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞാണ് അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ കച്ചവടം ചെയ്തോളൂ, മാന്യമായിട്ട് കച്ചവടം ചെയ്തോളൂ. എന്നിട്ട് അതിൽ നിന്ന് ന്യായമായ വരുമാനം സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. കച്ചവടം ലാഭമില്ലാതെ കച്ചവടം ചെയ്യൂലല്ലോ ആരും. ആ ലാഭം, അതിന്റെ റിബഹ് എന്നാണ് ഇതിനെ പറയാം, അത് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. നിങ്ങളൊരു ഉൽപ്പന്നം വാങ്ങി അത് വിൽക്കുമ്പോൾ അത് വില കൂട്ടിയിട്ടാ വിൽക്കുക. കാരണം നിങ്ങളുടെ അധ്വാനം, അതിനുവേണ്ടിയുള്ള ചെലവുകൾ, നിർമ്മാണ ചെലവ്, നിങ്ങളുടെ സമയം നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നത്, ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടണ്ടേ? അപ്പൊ ഈ അധ്വാനിക്കുന്നവന്റെ, കച്ചവടം ചെയ്യാൻ അയാൾ എടുക്കുന്ന റിസ്കിന്റെ പ്രതിഫലമാണ് അയാളുടെ ലാഭം എന്ന് പറയുന്നത്. അത് ഹലാലാണ്. ഒരു ന്യായമായ ലാഭം അയാൾക്ക് എടുക്കാം. ആ ലാഭം കൊണ്ട് അയാൾക്ക് സമ്പാദിക്കാം. അതുകൊണ്ട് അയാൾക്ക് സ്വത്ത് വാങ്ങാം, വീടുണ്ടാക്കാം, കുട്ടികൾക്ക് ആഹാരം കൊടുക്കാം. അതൊക്കെ അല്ലാഹു ഹലാലാക്കിയിട്ടുണ്ട്. വഹറമർ റിബാ, എന്നാൽ പലിശ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. പലിശ ഹറാമാണ്. പലിശയുടെ ഏത് വിധേനയുള്ള ബന്ധവും ഹറാമാണ്. പലിശ വാങ്ങല് മാത്രമല്ല ഹറാം, പലിശ കൊടുക്കലോ ഹറാമാണ്. പലിശയ്ക്ക് വേണ്ടി സഹായിക്കലോ ഹറാമാണ്. അതിനുവേണ്ടി എഴുതലും റെക്കോർഡുണ്ടാക്കലും അതിനുവേണ്ടി ഉദ്യോഗം ചെയ്യലും ജോലി ചെയ്യലും മുഴുവനും കുറ്റകരമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. കാരണം അത്രമാത്രം ഒരു ജനതയെ നശിപ്പിക്കുന്നതാണ് പലിശ. ഇന്ന് നിങ്ങൾ നോക്ക്, ഏത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാവില്ലേ എത്ര പാവപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യാൻ കാരണമായത്, ദുരിതത്തിലായത് പലിശ കൊണ്ട് മാത്രമല്ലേ? കർഷകന്മാർ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? അവരുടെ വാഴ കാറ്റിന് വീണതല്ല അവരുടെ പ്രശ്നം. ആ വാഴയ്ക്ക് വേണ്ടി അവർ കൃഷിക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. വാഴ ഏതായിരുന്നാലും മുറിഞ്ഞു. ലോൺ തിരിച്ചടക്കാൻ ഇവർക്ക് എവിടുന്ന് കാശ് കിട്ടും? ആ ലോണും അതിന്റെ പലിശയും കുന്നുകൂടി അവസാനം അവരുടെ കൂര പോലും ജപ്തി ചെയ്യപ്പെടുന്നു വന്നപ്പോഴല്ലേ അവർ ആത്മഹത്യ ചെയ്തത്, അല്ലേ? അല്ലാതെ കൃഷി നശിച്ചത് മാത്രമാണോ പ്രശ്നം? കൃഷി നശിച്ചതല്ല അവർ ആത്മഹത്യയിൽ എത്തിച്ചത്. അതിന്റെ പേരിൽ അവരുണ്ടാക്കി തീർത്ത പലിശയുടെ കടബാധ്യതകളാണ്. അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ ബാങ്കുകാർ.
അവസാനം അവർ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇവര് ജനങ്ങളെ സഹായിക്കാനുള്ളതാണ്. അവർ വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയുന്നത് കേട്ടാൽ ഇവരിപ്പോ ജനങ്ങൾക്കൊക്കെ വലിയ ആതുര സേവനം ചെയ്യാമെന്നാണ് ബാങ്കുകാർ. എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കാൻ. എത്ര ആളുകളുണ്ട് അത് വലിയൊരു പുണ്യകരമായിട്ട് കാണുന്നവർ. ബാങ്കിലൊക്കെ ഇടപെട്ട് അതിൽ മെമ്പറായി എന്നിട്ട് പാവപ്പെട്ടു. ഞാൻ അവന് ലോൺ വാങ്ങിക്കൊടുത്തു, ഇവന് ലോൺ വാങ്ങിക്കൊടുത്ത്, അവന് പലിശ തീ വാങ്ങിക്കൊടുത്തു, അതാപ്പോ ഈ പറയുന്നത്. അവന് നരകം വാങ്ങിക്കൊടുത്തു. വലിയ അഭിമാനമായിട്ട് എന്നിട്ട് റോട്ടിൽ എന്നിട്ട് സംസാരിക്കും, ഞാനാണ് അത് ചെയ്തു കൊടുത്തത്, അവന് വീടിന് ലോൺ പാസ്സാക്കി കൊടുത്തത് ഞാനാണ്, അല്ലേ? വലിയ സഹായം എന്നുള്ള ആൾക്കാണ് അവർ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹു ആക്കിലർ റിബാ, പലിശ തിന്നുന്നവനെ ഭക്ഷിക്കുന്നവനെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വമൂക്കിലഹു, അതിനെ കൊടുക്കുന്നവനും, പലിശ വാങ്ങി തിന്നുന്നവനും മാത്രമല്ല പലിശ അങ്ങോട്ട് കൊടുക്കുന്നവൻ, അവനെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. വകാതിബഹു, അതിനുവേണ്ടി റെക്കോർഡ് ഉണ്ടാക്കുന്നവനും അതിന് ഒപ്പിട്ട് കൊടുക്കുന്നവനും അതിനെ റെക്കമെൻഡ് ചെയ്യുന്നവനും, ഇവരൊക്കെ ഇതിന്റെ കാത്തിബീങ്ങളല്ലേ, അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വഷാഹിദഹു, അതിന് സാക്ഷി നിൽക്കുന്ന ആളുകളെ പോലും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അപ്പൊ ലോണിന് സാക്ഷിക്കാനൊന്നും പോകണ്ട, വലിയ പുണ്യകർമ്മൊന്നല്ല. പാവപ്പെട്ട ആളുകളെ സഹായിക്കണമെങ്കിൽ ഇവിടെ ധനികരായ ആളുകളുണ്ട്, അല്ലാഹു തആല അനുഗ്രഹം നൽകിയ സമ്പന്നരായ ആളുകൾ, അവരാണ് സഹായിക്കേണ്ടത്. അവരോട് പറയണം, ഇങ്ങനൊരു പാവപ്പെട്ട ആളുണ്ട് നമ്മുടെ നാട്ടിൽ, നിങ്ങൾ സഹായിക്കണം, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സകാത്തിന്റെ ഫണ്ടിൽ നിന്ന് പാവപ്പെട്ട ഒരാളുണ്ട്, ഒരു കുടുങ്ങിയ ആളുടെ, ബുദ്ധിമുട്ടായ ആളുടെ, അയാളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യകർമ്മമാണ്. അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുത്താൽ അതൊരു അമലാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ, ജനങ്ങളോട് പറയാനല്ല, അള്ളാഹിൻ്റെ അടുക്കൽ പുണ്യകർമ്മമാണ്. കാരണം ധനികരായ ആളുകൾ ചിലപ്പോൾ നാട്ടിലെ വിവരങ്ങൾ അറിഞ്ഞോളുന്നില്ല, അവരവരുടെ ലോകത്താണ്, ബിസിനസ് ലോകത്താണ്. അവരുടെ കയ്യിൽ കാശുണ്ടാവും, ഇഷ്ടംപോലെ ധനം ഉണ്ടാവും, സകാത്ത് കൊടുക്കാനുണ്ടാവും, അത് കൊടുക്കുന്നവരുമായിരിക്കും. പക്ഷെ ജനങ്ങളുടെ അവസ്ഥ അവർ അറിഞ്ഞോളുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ധനികരായ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം പാവപ്പെട്ട ആളുകളുടെ കാര്യം, അതൊരു പുണ്യകർമ്മമാണ്. ഇത് ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, സമ്പത്തിന്റെ കാര്യത്തിൽ അത് എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ വിനിയോഗിക്കണം എന്നതിന് കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങൾ കച്ചവടം ചെയ്യുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും ഒന്നും ഇസ്ലാം എതിരല്ല. നിങ്ങൾക്ക് ജോലി ചെയ്യാം, സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എത്രയോ ജോലികളുണ്ട്. അവർക്കൊരു പര്യാപ്തത ഉണ്ടാകാൻ അള്ളാഹുവിന്റെ റസൂൽ അതിനെ എതിർത്തിട്ടില്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലിമൂഹുന്ന സൂറത്തുൻ നൂരി വൽ ഗസൽ, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആനിലെ സൂറത്തുൻ നൂർ എന്ന അധ്യായം, കാരണം അത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അവൾക്ക് സമ്പൂർണമായ ആധ്യാത്മിക സുരക്ഷിതത്വം നൽകുന്നതാണ് സൂറത്തുൻ നൂറിന്റെ ഉപദേശങ്ങൾ. ഒന്ന്. രണ്ടാമത്തേത് വൽ ഗസൽ, അവർക്ക് നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. തുന്നൽ പഠിപ്പിക്കണം. എന്തിനാണത്? തുന്നൽ എന്നത് റസൂലുള്ള അന്നത്തെ അവസ്ഥയിലൊരു ഉദാഹരണം പറഞ്ഞതാണ്. അവർക്ക് ചെയ്യാവുന്ന ഒരു തൊഴിൽ. തുന്നൽ പറഞ്ഞാൽ വളരെ സ്വതന്ത്രമായിട്ട് അവർക്ക് വീട്ടിലിരുന്ന് സൗകര്യപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു തൊഴിലാണല്ലോ. അതുപോലത്തെ നിരവധി തൊഴിലുകൾ ഇന്നുണ്ട്. അന്നത്ര അധികം തൊഴിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നവർക്ക് വീട്ടിൽ വെച്ച് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, പല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും, വിൽക്കാൻ പറ്റുന്ന ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇതൊക്കെ കുടുംബശ്രീക്കാർ പഠിപ്പിച്ചു തരണോ? 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ള പറഞ്ഞതല്ലേ അത്? നിങ്ങൾ വീട്ടിൽ നിന്നാണ് ഈ ജാതി കാര്യങ്ങളൊക്കെ പഠിക്കണം, എന്നിട്ട് പെണ്ണുങ്ങൾ തൊഴിൽ ചെയ്യണം. അവർക്ക് എത്രയോ സമയങ്ങൾ കിട്ടുമല്ലോ, വീട്ടില് ധാരാളം ഒഴിവ് സമയങ്ങൾ കിട്ടും. ആഹാരം ഉണ്ടാക്കുന്ന കുറഞ്ഞ സമയം ഒഴിച്ചാൽ, പ്രത്യേകിച്ച് ഇന്ന് വലിയ വീടുകളൊക്കെ ആണെങ്കിൽ എന്തായിരുന്നാലും അത് നോക്കാനും പരിപാലിക്കാനൊക്കെ വേലക്കാരുണ്ടാവും. പിന്നെ ചെറിയ വീടാണെങ്കിൽ അത് കൂടുതലൊന്നും പരിപാലിക്കാൻ ഉണ്ടാവില്ല, അവിടെ അടിച്ചു കയറി കഴിഞ്ഞാൽ അതിന്റെ ജോലി തീർന്നു. പിന്നെന്താണ് അവർക്ക് ജോലിയുള്ളത്? ആഹാരം ഉണ്ടാക്കുന്ന കുറഞ്ഞ ടൈം. ഇപ്പൊ പ്രത്യേകിച്ചും ആഹാരം ഉണ്ടാക്കാൻ അതിന് ഗ്യാസ് സൗകര്യമുണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഉണ്ട്, മറ്റ് സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുക്കറുകളുണ്ട്. കുറഞ്ഞ ടൈം കൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ സമയം നല്ലൊരു ശതമാനം വെറുതെയാണ്. ഈ സമയം എന്തിനാണ് നിങ്ങൾ വിനിയോഗിക്കുന്നത്? തൊഴിലെടുക്കണം. നിങ്ങൾ ഒരുപക്ഷെ വീട്ടുകാർ ജോലിക്ക് പോകുന്നുണ്ടാവും, ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടാവും, അല്ലെ മക്കൾ ജോലിക്ക് പോകുന്നുണ്ടാവും, അല്ലെ അവർക്ക് ബിസിനസ് ഉണ്ടാവും, വരുമാനം ഉണ്ടാവും, അത് വേറൊരു കാര്യം. പക്ഷേ ഈ സമയം വേസ്റ്റാക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഹൈറായ ജോലികൾ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, അത് ചെയ്തുകൂടെ?
അനാവശ്യമായി TV കണ്ടോ അല്ലെങ്കിൽ സീരിയൽ കണ്ടിട്ട് വേസ്റ്റാക്കി കളയുന്ന ആ സമയത്തിന് പകരം ജോലി ചെയ്തൂടെ? റസൂലുള്ളാഹി അതല്ലേ പറഞ്ഞു നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ തുന്നൽ പഠിപ്പിക്കണം. തുന്നൽ വളരെ സൗകര്യപ്രദമായ ജോലിയാണ്. അതുപോലത്തെ ജോലികൾ നിങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കാം കുട്ടികൾക്ക്. കമ്പ്യൂട്ടർ പഠിച്ചപ്പോൾ എത്ര ഉണ്ട് ഗൾഫിലൊക്കെ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കമ്പനികളിൽ ജോലി ചെയ്യുന്നു. അവരുടെ ജോലിയുടെ പകുതിയും ചെയ്യുന്നത് അവരുടെ ഭാര്യമാരാണ് വീട്ടിലിരുന്നിട്ട്. എളുപ്പം എങ്ങനെയാണ്? നെറ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റും. ഭർത്താവിൻ്റെ ഒരുപാട് ജോലികൾ അവരുടെ ഡാറ്റ എൻട്രികളൊക്കെ വീട്ടിൽ നിന്ന് സുഖമായിട്ട് പെണ്ണുങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ വലിയ സഹായകമാണത്. അവർക്ക് ഭർത്താക്കന്മാർക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം? ഓവർ ടൈം ജോലി ചെയ്തിട്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം ഇവരുടെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നല്ലൊരു കമ്പ്യൂട്ടറൊക്കെ പഠിച്ച പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വീട്ടിൽ എവിടെയും പോകണ്ട, വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്രയും ഒരു നല്ലൊരു വിദ്യാസമ്പന്നമായൊരു സമൂഹമാണ് നമ്മളുടേതെങ്കിൽ അവർ നല്ല പര്യാപ്തരായിരിക്കും. അവർക്ക് നല്ല ആത്മധൈര്യം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. സ്ത്രീകൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം നൽകണം. പെൺകുട്ടികൾക്ക് ഞാനൊരു പെൺകുട്ടികളുടെ മാത്രം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളാണ്. എൻ്റെ നാട്ടിൽ വേങ്ങരയിൽ ഒരു വിമൻസ് കോളേജ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അധികമൊക്കെ ആൺകുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടികളുടെ തുടങ്ങിയത്. ഒരു ചേഞ്ച് ആകട്ടെ, ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് 160 പെൺകുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ 160 പെൺകുട്ടികൾ എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അവർ +2 പഠിക്കുന്നുണ്ട്, അഫ്ളലുൽ ഉലമ പഠിക്കുന്നുണ്ട്. എന്ത് പഠിച്ചാലും അതിൻ്റെ കൂടെ അവർ ഖുർആനും ഹദീസും പഠിക്കുന്നുണ്ട്, കർമ്മശാസ്ത്രം പഠിക്കുന്നുണ്ട്, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുന്നുണ്ട്. 17ഉം 18 വയസ്സുള്ള ആ പെൺകുട്ടികൾ കോളേജിലേക്ക് വരുന്നത് പർദ്ദ ധരിച്ചാണ്, മഫ്ത ധരിച്ചാണ്. അവർക്കതിൽ ഒരു അപമാനവും തോന്നുന്നില്ല. അങ്ങാടിയിലൂടെ അവർ ആ പർദ്ദ ധരിച്ച് വരുന്നതിൽ അവർക്ക് എന്ത് മാനക്കേടാണുള്ളത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പർദ്ദ ധരിക്കുന്നത് മോശമാണ്? ചെറിയ കുട്ടികൾ 15ഓ 16ഓ വയസ്സായാൽ പർദ്ദ ധരിക്കുന്ന അപമാനമാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ആ കുട്ടികൾക്കൊരു അപമാനം തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് കല്യാണം ലഭിക്കാതായി പോകുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് അവരുടെ കല്യാണങ്ങൾ വേഗം നടന്നു പോകുന്നത്. കാരണം അധികം ആളുകളും കല്യാണം ആലോചിച്ച് വരുന്ന എൻ്റെ അടുത്താണ്. അല്ലെങ്കിൽ നീ ഇവരെക്കുറിച്ച് ഒരു ആലോചന വന്നാൽ തന്നെ എന്തായിരുന്നാലും എന്നോട് അന്വേഷിക്കൂലേ? നിങ്ങളെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ഞാൻ സപ്പോർട്ട് ചെയ്താൽ കല്യാണം വേഗം നടക്കൂലേ? നല്ല അഭിപ്രായം പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത് അതാണ്, ഒരു സുരക്ഷിതത്വം. ഒരു പാരൽ കോളേജിൽ പോകുന്ന പെൺകുട്ടിയേക്കാൾ ഒരു ഇസ്ലാമിക് കോളേജിൽ പോകുന്ന പെൺകുട്ടിയാണ് ചെറുപ്പക്കാർക്ക് ആവശ്യം, താല്പര്യം. കാരണം ഈ ഭൗതിക ലോകത്തിന്റെ നഗരവൽക്കരണത്തെയും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കുറിച്ച് ആളുകൾക്ക് ഇന്ന് മതിപ്പില്ല. അപ്പൊ നാം അവർക്ക് നല്ല അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ, ഇസ്ലാമികമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാം, ഉന്നത വിദ്യാഭ്യാസം നൽകാം. അവരിൽ നിന്ന് അധ്യാപികമാരുണ്ടാകാം, അവരിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരുണ്ടാകാം, അവരിൽ നിന്ന് ഇതുപോലെ തൊഴിലെടുക്കുന്ന വീട്ടിൽ നിന്ന് തൊഴിലെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടാകാം, അവരിൽ നിന്ന് ആളുകളുണ്ടാകാം. ഇതിനൊന്നും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനെതിരല്ല, അള്ളാഹുവിന്റെ റസൂൽ അതിനൊന്നും എതിരല്ല. സഹാബിയാത്തുകളായ എത്രയോ സ്ത്രീകൾ, അവരല്ലേ ദീന് പഠിപ്പിച്ചു കൊടുത്തത്. ആയിഷ ബീവി എണ്ണമറ്റ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷേ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം നമ്മൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് കാണുന്ന ഈ പുറത്തേക്ക് വ്യാപകമായിട്ട് പുറത്തിറങ്ങിപ്പോകുന്ന ആ സമ്പ്രദായം സംവിധാനവും അത് ഇസ്ലാമികമല്ല. കാരണം ഒരു സ്ത്രീക്ക് ഇരിക്കാനും ജോലി ചെയ്യാനും ഒക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അവരുടെ വീടുകളിലും അല്ലെങ്കിൽ അതുപോലെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലും ഒതുങ്ങിയിരിക്കാൻ കടപ്പെട്ടവരാണവർ. പരിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, കണ്ണി ചിമ്പാൻ ബാധ്യതപ്പെട്ടവരാണ്. കണ്ണി ചിമ്പുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കുറ്റങ്ങളിലേക്ക് പോകാതിരിക്കാൻ, ഹറാമിലേക്ക് പോകാതിരിക്കാൻ, കാണുന്ന എല്ലാ വൃത്തികേടുകളും നോക്കാതിരിക്കാൻ, ആരുടെ സംസാരത്തിലും വഞ്ചിതരായി പോകാതിരിക്കാൻ ഖുർആൻ അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ആത്മധൈര്യമുള്ളവരായിരിക്കണം. യഥാർത്ഥത്തിൽ വിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്, ഇസ്ലാമികമായ അറിവില്ലാത്തതുകൊണ്ടാണ് എത്രയോ പെൺകുട്ടികൾ ചതിക്കപ്പെട്ടു പോയത്, വഞ്ചിക്കപ്പെട്ടു പോയത്. കാരണം അവർക്കറിയില്ല. സ്വാഭാവികമായിട്ടും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തൻ്റെ ഇടൽ വരയിക്കൊള്ളുന്നില്ല. എളുപ്പം ചതിക്കപ്പെടും, അവർ വഞ്ചിക്കപ്പെടും. എത്ര പെൺകുട്ടികളാണ് പേപ്പറിൽ നിങ്ങൾ കാണുന്നില്ലേ, വഞ്ചിക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വയം ഒരു പര്യാപ്തതയും ആത്മധൈര്യം ഉണ്ടെങ്കിൽ അവരെ അത്ര എളുപ്പത്തിൽ ചതിക്കാൻ പറ്റൂല, വഞ്ചിക്കാൻ കഴിയില്ല. അതിനുള്ള ഒരു സംവിധാനം നമ്മുടെ തലമുറകളിലെ പെൺകുട്ടികൾക്ക്, പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് നാം അറിവും ആധ്യാത്മികതയും ഇസ്ലാമിക ബോധവും ഒന്നിച്ചു നൽകുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ അതാണ് ഇനിയുള്ള കാലഘട്ടത്തിന് ആവശ്യമായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, വരുമാനമുണ്ടാക്കാം, സമ്പാദിക്കാം. അതൊക്കെ ഹൈറാൻ. നിങ്ങൾക്ക് നല്ലൊരു സമൂഹം ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവില്ലേ?
എത്ര സന്തുഷ്ടമായിരിക്കും ആ കുടുംബം, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഇത് ശേഖരിക്കേണ്ടത് എന്ന് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. വആതിദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ വകാന അശ്ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. സൂറത്തുൽ ഇസ്രായിൽ കാണാം, വആതിദൽ ഖുർബാ ഹഖ്ഖഹു വആതിദൽ ഖുർബാ ഹഖ്ഖഹു. എന്താ അതിന്റെ അർത്ഥം? നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ ഹക്ക് നീ കൊടുത്തിരിക്കണം. വആതി ദൽ ഖുർബാ ഹഖ്ഖഹു, അതായത് അല്ലാഹു തആല നിനക്ക് എന്തെങ്കിലും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നതിന്റെ ക്രമമാണ് അല്ലാഹു തആല പറയുന്നത്. ഒന്നാമതായി ഒരാളുടെ ബാധ്യത അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് ആഹാരം കൊടുക്കലാണ്. ഒരു പുരുഷന്റെ ഒന്നാമത്തെ ബാധ്യത അതാണ്. അത് സ്ത്രീകൾക്ക് അവരുടെ സ്വന്തമായ വരുമാനം ഉണ്ടായാലും ഇല്ലെങ്കിലും ചെലവ് കൊടുക്കാൻ പുരുഷനാണ് ബാധ്യത. ഒരു സ്ത്രീയുടെ റൈറ്റ്, അവകാശം അല്ലാഹു തആല വകവെച്ചു കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? റസൂലുള്ള വകവെച്ചു കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏതൊരു സ്ത്രീക്കും ഈ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ ഒരു പെണ്ണായി ഒരാൾ പറഞ്ഞാൽ ഏത് പ്രായത്തിലായാലും അവളുടെ സർവ്വ ചെലവും വഹിക്കേണ്ടത് പുരുഷനാണ്. അവൾക്ക് ജോലി ചെയ്താലും വരുമാനം ഉണ്ടായാലും ശരി, ചെലവ് പുരുഷൻ്റേത്. ജനിച്ചത് മുതൽ പ്രായപൂർത്തിയായി ഒരു യോഗ്യനായ പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ വാപ്പയല്ലേ ആ പെൺകുട്ടിയെ നോക്കേണ്ടത്? അല്ലേ? ചെലവ് കൊടുക്കേണ്ടത് ആരാ? ഉമ്മ? വാപ്പയല്ലേ? വാപ്പ ഇല്ലാത്ത അവസ്ഥയിൽ എന്തെന്നുള്ളത് അത് വേറെ, റെയർ കേസാണ്. അതിന് വേറെ മസാലകളുണ്ട്. പിതാവുണ്ടോ, പിതാവിന്റെ ഉത്തരവാദിത്വമാണത്. കുട്ടികളും ഭാര്യമാരൊക്കെ ഉണ്ടായിട്ട് അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ, അവർക്ക് ആഹാരം കൊടുക്കാതെ, അതിനുവേണ്ടി ജോലി ചെയ്യാതെ ഒരു പുരുഷനും വെറുതെ നടക്കാൻ പാടില്ല, അശ്രദ്ധനായി നടക്കാൻ പാടില്ല. ആ ജോലിക്ക്, അവർക്ക് ആഹാരം കിട്ടുന്ന ജോലിക്ക് തടസ്സമുണ്ടാക്കി അവൻ തീർത്ഥാടനത്തിന് പോകാൻ പോലും പാടില്ല. അവന്റെ ബാധ്യത അവർക്ക് തിന്നാൻ കൊടുക്കലാണ്, ആഹാരം കൊടുക്കലാണ്. അത് ചെയ്യണം, അത് ചെയ്തേ പറ്റൂ. അതിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യം പോകരുത്. അതവന്റെ ബാധ്യതയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ബാധ്യതയാണ് ഈ കുട്ടികൾക്ക് ചെലവ്, ഭാര്യക്കും മക്കൾക്കും ചെലവിനുണ്ട്. ഇനി ഈ പെണ്ണ് മുതിർന്ന് കല്യാണം കഴിച്ചു നോക്കുക, എന്നാൽ അവളുടെ ചെലവ് വഹിക്കേണ്ടത് ഭർത്താവാണ്. ഇനി അവൾ വാർദ്ധക്യം ബാധിച്ചു പ്രായമായി എന്ന് വെക്കുക, ഭർത്താവ് ചിലപ്പോൾ സാധിച്ചു, അയാളും വയസ്സനായി ഒന്നും കഴിയാത്ത ആളായി പോയാൽ മക്കളാണ്, ആൺമക്കൾക്കാണ് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, അവരെ ചെലവ് വഹിക്കേണ്ടത്. ഇതൊക്കെ പുരുഷന്റെ ബാധ്യതയാണ്. അപ്പോൾ ഒരു പുരുഷൻ ചെയ്യേണ്ടത് എന്താണ്? അവൻ അധ്വാനിച്ച് അല്ലാഹു തആല അവന് നൽകിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെട്ട് ജോലി ചെയ്ത് അവൻ വരുമാനമുണ്ടാക്കി, ഹലാലായ സമ്പാദ്യമുണ്ടാക്കി, അതുകൊണ്ട് അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ചെലവ് അവൻ വഹിച്ചിരിക്കണം. ഒന്നാമത്തെ ബാധ്യത. അത് കഴിഞ്ഞിട്ടേ അവന് ബാക്കി ഏതൊരു ബാധ്യതയുള്ളൂ. ഈ ഉത്തരവാദിത്വങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊരാൾക്ക് സാധിക്കാത്ത ഒരാൾ, അതിന് മാത്രം വരുമാനമില്ലാത്ത ഒരാൾ പിന്നെ അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കരുത്, ന്യായമായിട്ടല്ലാതെ പൈസ ചെലവഴിക്കരുത്. എത്ര ആളുകളുണ്ടാവും നിർബന്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത പൈസ ഉണ്ടാവില്ല, ആ ബാധ്യതയിൽ നിർവഹിക്കൽ. എന്നിട്ട് കടം വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞ മാതിരി മാനം നേടാൻ, അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്ന ആളുകൾ. എൻ്റെ കോളേജിൽ ഈ കുട്ടികളെ അഡ്മിഷൻ്റെ ടൈം ഇനിയിപ്പോൾ വരും, ഒരു ഏപ്രിൽ മെയ് ഒക്കെ വന്നാൽ അഡ്മിഷൻ്റെ ടൈം വരും. അപ്പോൾ ചെറിയ ഫീസാ വാങ്ങുക, ഒരു മാസത്തിൽ 200 റുപ്യൊക്കെയാണ് ഫീസ് വാങ്ങുന്നത്. അതൊന്നും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു 200 രൂപ ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ ഒരു വർഷം വരെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ 2 വർഷം പഠിപ്പിക്കാൻ എത്ര കാശ് വരും? ഒരു വർഷത്തിൽ ഒരു 2200 റുപ്യ, 4400 റുപ്യ ഒരു കൊല്ലം, 2 കൊല്ലത്തേക്ക്. 2 കൊല്ലം ഈ കുട്ടികളെ പഠിപ്പിക്കണം. ഒരു കൊല്ലത്തിന് 2400 റുപ്യ വരിക. പക്ഷെ എന്നാലും ആളുകൾ, വളരെ പാവപ്പെട്ട ആളുകളുണ്ടാവും, ഇവർ വന്നിട്ട് പിന്നെ അതിലെന്താ ഇളവ് തരണം, അല്ലെങ്കിൽ സാധിക്കൂല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പിന്നെ പാവങ്ങളല്ലേ, വളരെ പാവപ്പെട്ട
എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അവരോട് പറയട്ടോ, ഉമ്മാരൊക്കെ വിളിച്ചു കൂട്ടും. കുട്ടികളെ ഉമ്മാരെ വിളിച്ചിട്ടേ നമ്മളവരോട് പറയാറുണ്ട്, നിങ്ങളുടെ മകളെ ഞാൻ പഠിപ്പിക്കും. ഒരു വർഷം 2200 രൂപ നിങ്ങൾക്ക് തരാൻ പറ്റൂലെങ്കിൽ വേണ്ട. ഇത് യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക് വിജ്ഞാനം നൽകുക എന്നത് ആ കുട്ടിയുടെ ഭാവി ജീവിതത്തിന്റെ ഒരു അനിവാര്യതയാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീളത്തുൻ. തലബുൽ ഇൽം, നിങ്ങൾക്ക് ആവശ്യമായ അറിവ് തേടുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അന്വേഷിച്ചു പോയിട്ട് സമ്പാദിക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരാനൊന്നും കാത്തിരിക്കണ്ട. എവിടെയാണോ ഉള്ളത് അവിടെ പോയി അന്വേഷിച്ച് അത് പഠിക്കൽ ഫരീളത്താണ്. ഫരീളത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഫർള് പറഞ്ഞാൽ എന്താണ്? ആർക്ക്? ആണുങ്ങൾക്കോ? തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, മുസ്ലിമായ ആണിനും മുസ്ലിമായ പെണ്ണിനും അറിവ് നേടൽ ഫരീളത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിനെ പഠിപ്പിക്കൽ നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്. അത് നിങ്ങൾ പഠിപ്പിച്ചേ പറ്റൂ. പക്ഷെ ആ നിർബന്ധമായ കാര്യം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 200 രൂപ 2000 രൂപ കൊല്ലത്തിൽ ഫീസ് കൊടുക്കാൻ കാശില്ലെങ്കിൽ പോകട്ടെ, സാരല്ല, ഞാൻ സഹായിക്കാം, ഫീസ് തരണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ കേൾക്കരുത് പള്ളാണാൻ പോകാൻ വേണ്ടി 5000 രൂപ അലുവ വാങ്ങാൻ ചെലവാക്കി എന്ന് ഞാൻ അവരോട് പറയലുണ്ട്. അതിനാൾ കാശുണ്ടാവും. അപ്പോൾ കുട്ടികൾ കാണാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ എന്തിനാ ഇന്നലെ പിന്നെ നാത്തൂനെ പള്ളാണാൻ പോകലായിരുന്നു, അതിനല്ല 5000, 6000, 10000 ഒക്കെ ചെലവാക്കും അലുവ വാങ്ങാൻ, അല്ലേ? വല്ലാത്തൊരു സമൂഹമല്ലേ ഇത്? എന്താണ് അതുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്നത്? എന്താണ് അതിൻ്റെ നേട്ടം? തിരക്കടില്ല, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റിയ സാധനമാണെങ്കിൽ. ഇന്ന് കാക്കകൾ പോലും തിന്നാത്ത സാധനമാണ് അലുവ. കാക്കകൾ പോലും നോക്കിയാണ് പോകും, പ്രമേയം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തിന്നൂല. ഒരു മനുഷ്യനും ആവശ്യമില്ലാത്ത വേസ്റ്റല്ലേ. എത്ര ആളുകൾ പരിയിലൊക്കെ കൊണ്ടുവരും, അപ്പുറത്ത് അവിടെ സൽക്കാരം ഇവിടെ സൽക്കാരം എന്നൊക്കെ പറഞ്ഞ് ഇവർ വെട്ടിമുറിച്ചിട്ട് കൊടുത്തേക്കും അടുത്ത വീട്ടിൽ. ഇവർക്ക് ഏതായാലും വേണ്ടാത്തതുകൊണ്ട്, കുട്ടികൾക്കൊന്നും വേണ്ടല്ലോ, കിട്ടുന്നവനും കുടുങ്ങും. അതുകൊണ്ട് ഇത് വലിച്ചെറിയും. കൊണ്ടുവരുമ്പോൾ വാങ്ങിച്ചിട്ട് പിന്നെ അവർ പോയതിന് ശേഷം വലിച്ചെറിയും. ആർക്കത് വേണ്ടത്? എന്നിട്ട് ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഇതാരും ഉപയോഗിക്കുന്നില്ല ഇന്ന്. പണ്ടത്തെ മാതിരി ഒന്നല്ല. പണ്ടൊക്കെ പഴയ കാലത്ത് അലുവ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം. എന്നിട്ട് ഏതെങ്കിലും ബേക്കറിയിൽ അലുവ ചെലവാകാതിരിക്കുന്നുണ്ടോ? അലുവന്റെ കച്ചവടം കുറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഒരു പ്രയോജനമില്ലാതെ വേസ്റ്റാക്കാൻ ഈ പണം വലിയ ചെലവഴിക്കും. ഫർളായ കാര്യത്തിന് കാശ് കൊടുക്കാനില്ലാനും. നിങ്ങൾ ആലോചിച്ചു നോക്കി, നിങ്ങളുടെ കുട്ടി ഒരു ഖുർആന്റെ ആയത്ത് പഠിച്ചാൽ, ഒരു സൂറത്ത് പഠിച്ചാൽ അതിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിന്റെ ഹബീബായ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ, മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവരാണ്, വഅല്ലമഹു, ഖുർആൻ പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഖുർആൻ ഒരാൾ പഠിച്ചാൽ അതവന്റെ ഖബറിൽ വെളിച്ചമാണ്, അതവന്റെ മഹ്ശറയിൽ അവന് കാവലാണ്, അതവന്റെ നാളെ പരലോകത്ത് സാക്ഷിയാണ്. ഇതൊക്കെയാണ് റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മദ്രസയിൽ 25 രൂപ ഫീസ് കൊടുക്കുന്ന ആളുകൾ കൊടുക്കൂല ഈ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ. നേരെ മറിച്ച് അവന് ഏതെങ്കിലും ഗുഡ് ഷെപ്പേർഡിലോ അല്ലെങ്കിൽ സെന്റ് ആൽബർട്സ് നഴ്സറിയിലൊക്കെ ഒരു സീറ്റ് കിട്ടാൻ, 3.5 വയസ്സുകാരന് നഴ്സറിയിൽ സീറ്റ് കിട്ടാൻ 10,000 രൂപ ഡൊണേഷൻ കൊടുക്കും, അല്ലേ? എന്താ അതുകൊണ്ട് അത് സ്വർഗത്ത് പോകോ? സ്വർഗത്ത് പോകാനല്ലല്ലോ ആ പഠനം, അത് സ്റ്റാറ്റസിനാണ്. ഇത് സ്വർഗത്തിൽ പോകേണ്ടതാണ്, ഭാവി ജീവിതത്തിനുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ പണം ചെലവഴിക്കൂല. അപ്പൊ എന്ന് വെച്ചാൽ ഇതിന്റെ ശരിയായ ക്രയവിക്രയത്തിന്റെ ക്രമം എന്താണ് എന്ന് ഒരറിവും നമ്മൾക്കില്ല. പിന്നെ ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നു എന്നാണ്, അവരൊക്കെ കുട്ടികൾ നഴ്സറി ചേർത്തുന്നു, അപ്പൊ അതിന് ഡൊണേഷൻ അവിടെ അത്ര, അത് സ്റ്റാറ്റസാണ്. അവർ വണ്ടി വരും, അപ്പൊ അതിന് കോട്ടും ടൈയും ഒക്കെ കെട്ടി ടീച്ചറെ കുട്ടികളെ പറഞ്ഞേക്കാം, അതൊരു അന്തസ്സാണ്. അപ്പൊ അവർ ഏത് സ്ഥാപനത്തിൽ പറഞ്ഞേക്കുന്നു നോക്കാതെ ഏതെങ്കിലും ഇസ്ലാമിക സംസ്കാരം ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ അവർ പറഞ്ഞേക്കും.
ആ ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് ശരിക്ക് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നമ്മുടെ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അല്ല രക്ഷയില്ലാത്തതുകൊണ്ട്. ഈ ചെറിയ തലമുറകൾ പോയിട്ട് അവർക്ക് ഈ ദീനും ദുന്യാവും നഷ്ടപ്പെട്ടു പോകുന്ന ദുരന്തം കണ്ടിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയത്, സ്കൂളുകൾ ഉണ്ടാക്കിയത്. ഇന്ന് പഴയ മാതിരി ഒന്നല്ല, അൽഹംദുലില്ലാഹ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, നഴ്സറികളും ദീന് പഠിപ്പിക്കുന്ന ഖുർആനും ഹദീസും കൂടെ ഒന്നിച്ച് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതൊരു വലിയ മാറ്റം തന്നെയാണ്, വലിയൊരു നേട്ടമാണ്, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പുരോഗതിയുടെ ലക്ഷണം തന്നെയാണ്. അല്ലാഹു തആല അഭിവൃദ്ധിപ്പെടുത്തുമാറാവട്ടെ. പക്ഷേ നമ്മളെ അവസ്ഥ ഞാനീ പറഞ്ഞതായിരുന്നു ഒരു കാലത്ത്. മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞാൽ ഒരു 25 രൂപ ഫീസ് കൊടുക്കുമായിരുന്നില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന നഴ്സറികളിലും ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ അവർ 10,000 കൊടുത്തിരുന്നു. ഇപ്പോഴൊക്കെയാണ് ആളുകൾ അതിനെപ്പറ്റിയൊക്കെ അതിൻ്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ക്രമം വേണം, എന്തൊരു ചെലവഴിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് നിന്റെ ബാധ്യത പ്രധാനമായിട്ട് നിന്റെ കുടുംബത്തോടാണ്. നീ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കുള്ള ആഹാരം കൊടുക്കലാണ്. അതിന്റെ വരുമാനം, ആ ചെലവുകൾക്കുള്ള വരുമാനം അല്ലാഹു തആല തന്നതിന്റെ ശേഷവും അല്ലാഹു നിനക്ക് എന്തെങ്കിലും ബാക്കി വരുന്ന വിധത്തിലുള്ള സമ്പാദ്യം തന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് വആതിദൽ ഖുർബാ ഹഖ്ഖഹു, നിന്റെ അടുത്ത ബന്ധുക്കളിലുള്ള പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നിനക്ക് ഹക്കുണ്ട്. പിന്നത്തെ കടമ അതാണ്. ആദ്യത്തെ ബാധ്യത സ്വന്തം ഭാര്യ, മക്കള്, മാതാപിതാക്കൾ, വയസ്സന്മാരുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, ഇവർക്ക് താമസിക്കാനുള്ള വീടും വേണം. അതൊക്കെ ചെയ്യേണ്ടത് ബാധ്യത പുരുഷന്റേതാണ്. പുരണ്ടാക്കണം, മാന്യമായിട്ട് താമസിക്കാവുന്ന ഒരു വീട്, ഒരു കുടുംബത്തിന് വേണ്ട അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് അവൻ ഉണ്ടാക്കി കൊടുക്കണം. അതവന്റെ ബാധ്യതയാണ്. ഇത് നിർവഹിച്ചു കഴിഞ്ഞാൽ, ഈ ചെലവുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെയും അല്ലാഹു തആല അവന് അഭിവൃദ്ധി കൊടുത്തു, സമ്പത്ത് കൊടുത്താൽ പിന്നെന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ്, ഇനി നീ ശ്രദ്ധിക്കാണ്ട് നിന്റെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്നവരോ പാവപ്പെട്ടവരോ ഉണ്ടോ എന്നാണ്. അതാണ് സൂറത്തുൽ ഇസ്രായിൽ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വആതിദൽ ഖുർബാ ഹഖ്ഖഹു, നിന്റെ ബന്ധുക്കളിലുള്ള പാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിന്നിൽ ഹക്കുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഹക്കല്ലേ, അവകാശമല്ലേ അത്. അവർ ചോദിക്കാൻ വരൂല. സ്വത്തവകാശമല്ല ഈ പറയുന്നത്, ഓഹരിന്റെ മരിച്ചിട്ടുള്ള സ്വത്തവകാശമല്ല. അവർക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. അത് ചെയ്യാതെ നീ പുറത്ത് അവിടെ ഇവിടെയൊക്കെ എത്ര ആളുകളുണ്ട് സ്വന്തം കുടുംബത്തിൽ വളരെ പാവപ്പെട്ടവരുന്നോ, കഷ്ടപ്പെടുന്നുണ്ടാവും, വീടുണ്ടാവില്ല, അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്നുണ്ടാവും, അതൊന്നും ശ്രദ്ധിക്കൂല. എന്നിട്ട് എവിടെങ്കിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ദാനം ചെയ്യും. നിങ്ങൾ ദാനം ചെയ്തോളൂ, പക്ഷേ ഇവരെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കണം, ഇവരോടുള്ള ബാധ്യത നിർവഹിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അല്ലാഹു തആല ചോദ്യം ചെയ്യും. കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, എവിടെയും കൊടുക്കണം. പക്ഷേ നാം ചെയ്യേണ്ടത് കുടുംബത്തിൽ പാവപ്പെട്ട ആളുകളെയാണ് സഹായിക്കേണ്ടത്. ഏറ്റവും അധികം സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ പൊരല്ലാതെ ചോർന്നൊലിച്ച് കിടന്നിട്ട്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കിടന്നിട്ട് അവരെ മൈൻഡ് ചെയ്യാതെ അവിടെ മോളൊക്കെ ഒരു പെൺകുട്ടിനെ കെട്ടിക്കാൻ, ഇവിടെ അത് കെട്ടിക്കാനൊക്കെ പറഞ്ഞു. കെട്ടിക്കാൻ തന്നെ പൈസ കൊടുക്കരുത്. കാരണം അത് ഇസ്ലാമിൽ അങ്ങനെ സമ്പ്രദായം ഇല്ലാത്തതാണ്. നമ്മളിത് കൊടുത്തിട്ടാണ് ഇത് വെറുതെ ആവശ്യമില്ലാത്തത്. ഇങ്ങനെ കിട്ടുമെന്ന് കണ്ടാൽ ആളുകൾ അതിന്റെ പുറകിലാണ്. മനുഷ്യന്റെ സ്വഭാവം അതാണ്. ചോദിക്കുന്നവന് ഔചിത്യം ഉണ്ടാവില്ല. ഇത് വെറുതെ കിട്ടുന്ന കണ്ടാൽ പിന്നെ ആളുകൾ അതിന്റെ പുറകിൽ കൂടൂലേ? വ്യാപകമായിട്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് തുടങ്ങിയതാണിത്. മക്കളെ കെട്ടിക്കാൻ, പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി യാചന. എത്ര ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ, ഇവിടുത്തെ അവസ്ഥ അറിയില്ല, ഞങ്ങളെ വേങ്ങര കോട്ടക്കൽ ഭാഗത്തൊക്കെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ആളുകളെ ഇറക്കുകയാണ് യാചകന്മാര്. മലയാളം പോലും അറിയില്ല, കാതില് തുളയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നിട്ട് കക്കാട്ട് വന്ന് ഇറങ്ങിയതിന്റെ ശേഷമാണ് തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അതിന് ഏജന്റുമാരുണ്ട്. എന്നിട്ട് രാവിലെ മുതൽ ഏതെങ്കിലും ഒരു പഴയ ഉസ്താദ്മാരെ കുപ്പായം വാങ്ങിയിടും. കണ്ടാ തോന്നും ഏതോ മുസ്ലിം. പരിയിൽ പെണ്ണുങ്ങളല്ലേ, നമ്മുടെ നാട്ടിൽ ആണുങ്ങളിലൊക്കെ ഗൾഫിലാണല്ലോ. ഈ പരിയിൽ കയറിയിരുന്നാൽ ബെല്ലടിച്ചാൽ കുട്ടികൾ വന്നിട്ട് ഉമ്മ ഒരു ഉസ്താദ് വന്നകണെന്ന് പറയും. എന്തുസ്താദ്? പേര് വെച്ച് നോക്കിയാൽ കൃഷ്ണൻ എന്നായിരിക്കും. നാടെ എവിടെച്ച നെല്ലൂരാന്ന് പറയും. തൊപ്പിട്ടിട്ടുണ്ടാവും. എന്നിട്ട് വന്നിട്ട് ആകെ മലയാളം എന്താ പഠിപ്പിച്ചു കൊടുത്തുള്ളവർ, മോല കെട്ടിക്കാനുണ്ട്, ഇത് മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ. എന്നിട്ട് കൈ കാണിക്കും. ഒരു 10 റുപ്യ പേര് ഏതൊരു പെണ്ണെടുത്ത് കൊടുക്കൂല പുരുഷന്മാരില്ലെങ്കിൽ. ഒരു ദിവസം ഒരു 10-500 വീട്ടിലാണ് നടന്നിട്ട് കാശ് എത്ര കിട്ടും? എന്നിട്ട് വൈകുന്നേരം വന്ന് ഏജന്റിന് കൊടുക്കാനുള്ള കൊടുത്ത് ബാക്കിയുള്ളതുകൊണ്ട് അവർ ചരസ് വലിച്ചിട്ടും കഞ്ചാവ് അടിച്ചിട്ടും കള്ളു കുടിച്ചിട്ടും ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ യാചന ഇത് വ്യാപകമായിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇവർക്ക് അറിയാം ഈ ഭാഗത്തൊക്കെ മകളെ കെട്ടിക്കാനാണ് ആരും കാശ് കൊടുക്കുന്നു. അതൊരു ഭയങ്കര ദുരന്തമായിട്ടാണ് കാണുന്നത്. സംഭവം ദുരന്തം തന്നെ. പക്ഷേ
ഇത് പണം കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണോ ഇത്? നാം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൈ ഇങ്ങനെ കാണിക്കണ വാതിലാണ് തുറന്നാൽ പിന്നെ നിങ്ങളെ കൊണ്ട് പൂട്ടാൻ കഴിയില്ല എന്ന്. യാചന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കഴിയില്ല. വെറുതെ കിട്ടല്ലേ, വെറുതെ കിട്ടിയ ആർക്കത് വേണ്ടാത്തത്? പിന്നെ അവിടെ അഭിമാനമൊന്നുമില്ലല്ലോ, അന്തസ്സൊന്നുമില്ലല്ലോ. പക്ഷേ ഇസ്ലാം ഏറ്റവും അധികം വെറുത്ത, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം വെറുത്ത കാര്യമാണത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ജനങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒറ്റ പ്രാവശ്യം ആ ലജ്ജാണ്ട് പോയാൽ മതി. കൈയ്യങ്ങോട്ട് കാണിച്ച് ശീലിച്ചാൽ പിന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അവൻ യാചകനായി തന്നെ മരിക്കും. പക്ഷേ മഹ്ശറയിൽ അവൻ വരും, മാഫി വജ്ഹിഹി മുസ്ഹത്തുൽ ലഹം, അവന്റെ മുഖത്ത് മാംസമുണ്ടാവുകയില്ലെന്ന് മഹാനായ സയ്യിദനാ റസൂലുള്ളാഹി. മഹ്ശറയിൽ വരുമ്പോൾ അവന്റെ മുഖത്ത് മാംസം ഉണ്ടാവില്ല. എത്ര വികൃതായിരിക്കും ആ മുഖം, ഒന്ന് ആലോചിച്ച് നോക്ക്. മുഅ്മിനീങ്ങൾ മഹ്ശറയിൽ വരേണ്ടത് തുടുത്ത മുഖവുമായി പ്രകാശിക്കുന്ന കൈകാലുകളുമായിട്ടാണ്. അത് റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്തുകൾ മഹ്ശറയിൽ എല്ലാവരും ശ്രദ്ധിക്കും, കാരണം അവരുടെ മുഖം പ്രകാശിക്കുന്നുണ്ടാവും. പ്രകാശിക്കണമെങ്കിൽ മാംസം വേണ്ടേ? അപ്പൊ ഈ യാചകന്മാർ അവർക്ക് എങ്ങനെ മുഖം പ്രകാശിക്കും? അതുകൊണ്ട് ഒരിക്കലും ഒന്ന് ജനങ്ങളോട് യാചിക്കാൻ പോകരുത്. യാചിക്കുന്നത് തന്നെയും ഈ കാര്യത്തിനാണെങ്കിൽ അത് ഒരു ഖൈറുള്ള കാര്യത്തല്ലതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് ശരിക്കും ആലോചിച്ച് നോക്ക്. എന്താണ് അതിൽ കാര്യമുള്ളത്? എത്ര ആളുകൾ ഇങ്ങനെ ഈ പാവപ്പെട്ട ആളല്ലേ എന്ന് വിചാരിച്ച് ജനങ്ങളെല്ലാം കൂടി കാശ് ഉണ്ടാക്കി കൊടുത്ത് പിരിവെടുത്ത് മകളെ കെട്ടിക്കാനാണ് കൊടുക്കും. ലക്ഷക്കണക്കിന് റുപ്യ വാങ്ങിയിട്ട് ഇവര് കൊണ്ടുപോയി കൊടുക്കും തലേന്ന് ആ വീട്ടിൽ, പുതിയാപ്പള്ളിയുടെ വീട്ടിൽ. എന്താ അവർ ചെയ്യുന്നത്? ഇപ്പൊ നാളെ ലക്ഷം വീട്ടുകാരനാണ്, ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളെ പരിസരത്ത്. തലേ രാത്രി ഇവന്റെ അങ്ങാടിയുള്ള ചങ്ങാതിമാരെല്ലാം കൂടി വരികയാണ് ലക്ഷം വീട്ടിൽ. എന്തിന്? നാളെ കല്യാണമല്ലേ, പുതിയാപ്പള്ളിന്റെ ഫ്രണ്ട്സാണ്. വന്നിട്ട് ഇവനോട് ചോദിക്കുന്നത് കോഴിയാണ്. ഒരു 10 കോഴി ഉണ്ടാകും. അപ്പൊ പിറ്റേന്നൊക്കെ വേണ്ടി കോഴി കൊടുന്ന് വെച്ചാണ് 10 കോഴി എടുത്തു കൊടുത്ത്, തൊലിരിച്ച കോഴി. എന്തിനാണ്? ഇവർക്ക് ചുട്ട് തിന്നാനേ. അപ്പൊ അപ്പുറത്ത് പിന്നെ ഒരു പറങ്കിമാവിന്റെ തോട്ടത്തിൽ പോയിട്ട് ഇവര് കോഴി ചൂടാണ്. പക്ഷേ കോഴി വെറുതെ ചുട്ട് കുടിക്കാൻ, കോഴി തിന്നിട്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അവർക്ക് അതിൽ കുടിക്കാൻ വെള്ളം വേണം. അത് എവിടെ നിന്നാണ് കിട്ടുക? അത് പൂക്കിപ്പറമ്പിലാണ് ബീവറേജസ് കോർപ്പറേഷന്റെ കട ഉള്ളത് നമ്മളെ അടുത്ത്. അപ്പൊ അതിന് ഇവർക്ക് 10,000 റുപ്യ വേണം. ഇവൻ കാശ് എടുത്തു കൊടുത്തു. ആ 10,000 റുപ്യയും ഈ കോഴിയുടെ കാശ് ഏതാ നിങ്ങൾക്കറിയോ? ഇവൻ ലക്ഷം വീട്ട് താമസിക്കുന്ന, ഇവൻ കല്യാണം കഴിക്കുന്നത് അതുപോലത്തെ ടീമായിരിക്കൂലേ. 1.5 ലക്ഷമാണോ സ്ത്രീധനം വാങ്ങിയത്? ലക്ഷം വീട്ടിലായതുകൊണ്ട് പലരും ചെയ്യലുണ്ടല്ലോ, ലക്ഷം വീട് ലക്ഷമാണ്. 1.5 ലക്ഷം. ഈ 1.5 ലക്ഷം ഈ പെണ്ണിന്റെ പിതാവ് യാചിച്ചതാണ്. നമ്മളൊക്കെ കൊടുത്ത കാശാണുള്ളത് അല്ലേ? ഈ പൈസ കൊണ്ടല്ലേ ഈ കള്ളു കുടിച്ചത്, ഈ വെള്ളം വാങ്ങിക്കൊണ്ടത്, ഈ കാശ് കൊണ്ടല്ലേ ഈ തമ്മാടികൾ കോഴി ചുട്ടുന്നത്. ഇതിനാണ് ഈ കാശ് കൊടുക്കുന്നത്. നിങ്ങൾ 1 പവൻ 2 പവൻ അരപ്പവൻ പിരിപ്പിച്ചിട്ട് ആഭരണം കൊടുത്തു. ഈ ആഭരണം കൊടുത്താൽ പെണ്ണ് ഒരാഴ്ച കഴുത്തിലിടോ? ഇവനെ കൊണ്ടിട്ട് കച്ചവടാക്കൂലേ? ഒന്നുകിൽ അവനെ എടുത്ത് വിറ്റിട്ട് മുങ്ങൂലേ? ഇതൊന്നും ആലോചിക്കണ്ടേ നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത്? ഒരു കാരണവശാലും പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാശ് കൊടുക്കണ്ട. എനിക്കത് പറയാൻ ധൈര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ ചെയ്യുക? പിന്നെ നിങ്ങൾ തിരിച്ചൊരു കാര്യം ചെയ്തോളൂ. ഒരു പെൺകുട്ടിയെ ഒന്നും വാങ്ങാതെ, ആഭരണവും സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാർക്ക് നിങ്ങൾ പൈസ കൊടുത്തോളൂ. അങ്ങനെ കല്യാണത്തിന് സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത് രണ്ടായാലും സംഗതി നടന്നാ പോരെ. ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു അന്തസ്സുള്ള മാന്യനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ പാവപ്പെട്ടവനായിരിക്കാം, തൊഴിലാളിയായിരിക്കാം, വളരെ ദരിദ്രനായിരിക്കാം, പക്ഷെ അന്തസ്സുള്ളവനായിരിക്കുമല്ലോ അവൻ, അല്ലേ? മാന്യനായ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനത്തെ ചെറുപ്പക്കാരങ്ങൾ കണ്ടെത്തണം നിങ്ങളെ മഹലിൽ നിന്ന്. അന്തസ്സുള്ള ചെറുപ്പക്കാർ, ഇസ്ലാമിക ബോധമുള്ള മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ, റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യുന്ന ചെറുപ്പക്കാർ. എന്നിട്ട് ആ ചെറുപ്പക്കാരോട് പറയണം, നീ കല്യാണം കഴിച്ചോളൂ. എന്തിനാണ് നീ സ്ത്രീധനം വാങ്ങുന്നത്? മഹർ കൊടുക്കാനാണോ? അത് സ്ത്രീധനം വാങ്ങിക്കൊടുക്കേണ്ട അല്ലല്ലോ മഹർ. നിനക്ക് കഴിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ സഹായിക്കും. മഹർ കൊടുക്കാൻ എനിക്ക് എന്ത് വേണം? 2 പവൻ വേണോ? 3 പവൻ വേണോ? ഞങ്ങൾ തരാം. ഡ്രസ്സ് വാങ്ങണോ? ചെറിയൊരു സൽക്കാരം നടത്താനുള്ള ചെലവ് വേണോ? അത് നമ്മൾ കൊടുക്കണം. അതൊരു പുണ്യകർമ്മമാണ്, അതൊരു ദാനമാണ്, അതൊരു സദഖയാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. പക്ഷെ നിങ്ങൾ മറ്റേ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് സമൂഹത്തിന് ദൂഷ്യം ഉണ്ടാക്കുള്ളൂ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏത് പാവപ്പെട്ടവനും ലക്ഷങ്ങൾ ചോദിക്കുക. എന്താ കാര്യം?
അവനറിയാം ഈ പെണ്ണിന്റെ പിതാവിന്റെ അടുത്ത് ഒറ്റ പൈസ അല്ലാൻ. പിന്നെയും ചോദിക്കുന്ന എന്തുകൊണ്ട് അയാൾ എവിടുന്നേയും പിരിപ്പിച്ചുണ്ടാക്കിക്കോളും അല്ലേ? ആ മൈൻഡല്ലേ അതിന്റെ പിന്നിലുള്ളത്. അത് അയാൾ എങ്ങനെയെങ്കിലൊക്കെ പിരിവുണ്ടാക്കും. ആളുകളൊക്കെ നടന്നാൽ സഹായിക്കൂല മോളെ കെട്ടിക്കാനെന്ന് പറഞ്ഞാൽ. ഇത് കണ്ണുവെച്ചിട്ട് ഈ യാചന, ഈ തെണ്ടൽ, ഇത് കണ്ണുവെച്ചിട്ടല്ലേ ഈ നിശ്ചയത്തിന്റെ മജ്‌ലിസിൽ വെച്ച് കണ്ട് ലക്ഷങ്ങൾ തീരുമാനിക്കുന്നത്? ആ സമ്പ്രദായം ഉണ്ടായിപ്പോകരുത് ഈ സമുദായത്തിൽ. അതുണ്ടാകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആദർശബോധമുള്ള അന്തസ്സുള്ള ചെറുപ്പക്കാരെ സഹായിക്കണം. ഇത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. കാരണം അങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോയ, എത്രയോ മഹർ കൊടുക്കാൻ കഴിയാത്ത പാവങ്ങളായ സഹാബികളെ അല്ലാഹുവിന്റെ റസൂൽ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അത്തരക്കാരെ സഹായിക്കാൻ സഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ എപ്പോഴും വരുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഒരു ആത്മമിത്രമായ സഹാബിയാണ്, ഒരു പാവപ്പെട്ട ആളാണ്. റസൂലുള്ളാഹിക്ക് അറിയാം അയാൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. പക്ഷെ പറയാൻ അയാൾക്കൊരു ലജ്ജ. അങ്ങനെ ഒരു ദിവസം ഒരിക്കൽ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ ഒരു പെണ്ണ് വന്നു. അവള് വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, വഹബത്തു നഫ്സി ലക യാ റസൂലല്ലാഹ്. അവള് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, അള്ളാന്റെ റസൂലെ എന്റെ ശരീരം ഞാൻ തങ്ങൾക്ക് തന്നു എന്നാണ്. വഹബത്തു നഫ്സി ലക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ എന്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തന്നു. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതി. റസൂൽ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പെണ്ണ് റസൂലുള്ളാഹിന്റെ ഭാര്യയാവും. അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ളതാണ് കേട്ടോ. നമ്മൾക്ക് ആ മസല പറ്റൂല. നമ്മൾക്ക് ആ പെണ്ണിന്റെ രക്ഷിതാവ് വലിയ നിക്കാഹ് ചെയ്ത് തരിക തന്നെ വേണം. റസൂലുള്ളാഹിക്ക് അങ്ങനെ അല്ലാഹു തആല പല ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹിക്ക് ഒരുപാട് ഭാര്യമാരുണ്ട്, നമ്മൾക്കത് പറ്റൂലല്ലോ. അപ്പൊ അത് വേറെ കാര്യം. ഏതായിരുന്നാലും ഈ സ്ത്രീ അള്ളാഹിന്റെ ഹബീബായ റസൂലിനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അവിടെ വന്ന് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. അവളൊരു നല്ല ചെറുപ്പക്കാരത്തിയാണ്, ഭംഗിയുള്ള പെണ്ണാണ്. പക്ഷെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചത് ചെറുപ്പക്കാരത്തിന് നോക്കിയിട്ടോ ഭംഗി നോക്കിയിട്ടോ അല്ലല്ലോ. റസൂൽ കല്യാണം കഴിച്ചതിന്റെ പിന്നിൽ വേറെ ചില ധാർമ്മികമായ ആവശ്യങ്ങളും താല്പര്യങ്ങളും വിധവകളുടെ സംരക്ഷണവും പാവപ്പെട്ടവരുടെ രക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനാണ് റസൂൽ കല്യാണം കഴിച്ചത്. അല്ലാതെ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒരു പെണ്ണിന്റെ യൗവനം കണ്ടിട്ടോ തറവാടിത്വം കണ്ടിട്ടോ ഒന്നും അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കൂല. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ റസൂൽ സ്വീകരിക്കേണ്ടതായിരുന്നു. അപ്പൊ റസൂല് പ്രത്യേകിച്ച് ആ പെണ്ണിനോട് എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ അവൾക്കൊരു മനപ്രയാസമല്ലേ എന്ന് വിചാരിച്ച റസൂൽ ഇങ്ങനെ മിണ്ടാതിരുന്നു. അപ്പോ സഹാബികൾക്ക് തോന്നി റസൂലുള്ളാഹിക്ക് ഏതായിരുന്നാലും താല്പര്യമില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്, അയാൾ റസൂലിനോട് വന്നിട്ട് വല്ല പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്നാ പിന്നെ ആ പെണ്ണിനെ എനിക്ക് കല്യാണം ചെയ്തെന്നൊക്കെയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണ് മഹർ കൊടുക്കാനുള്ളത്? അപ്പൊ അയാൾ പറഞ്ഞു, റസൂൽ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പറ്റൂല, മഹർ കൊടുക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൽതമിസ് വലോ ഖാതമം മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും കിട്ടുമെന്ന് നോക്കുന്നു. എന്തെങ്കിലും സാധനം, എന്ത് വിലയുള്ള എന്ത് സാധനം ആയിരുന്നാലും മഹറാകാൻ പറ്റും. സ്വർണ്ണാകണമെന്നൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ആയാൽ മതി. അയാൾ തേടിപ്പോയി, പെരിയിൽ പോയി മുഴുവൻ പരതിയിട്ട് കിട്ടിയില്ല. അവസാനം അള്ളാഹുവിന്റെ റസൂൽ അയാളെ സഹായിച്ചു. ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ചെറുപ്പക്കാരെ നമ്മൾ സഹായിക്കണം, അവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. അവർക്ക് വേണ്ട ജോലി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട് കേട്ടോ. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ധനികന്മാരായ ആളുകൾ ധാരാളം ഇതുപോലെ ഈ പാവപ്പെട്ട പെൺകുട്ടികളെല്ലാം കരുതിയിട്ട് കെട്ടിക്കാൻ വേണ്ടി ഒരുപാട് ദാനം ചെയ്തിരുന്ന ആളുകൾ, ഞാൻ അവരോടൊക്കെ പറയലുണ്ട്, നിങ്ങൾ തിരിച്ചു ചെയ്യും. അങ്ങനെ എറണാകുളത്ത് ഞാൻ അറിയുന്ന വലിയൊരു വ്യവസായി ഉണ്ട്. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മൂപ്പരെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കല്യാണം കഴിക്കാത്ത മുഴുവൻ ചെറുപ്പക്കാരോടും പറഞ്ഞു, സ്ത്രീധനം വാങ്ങാതെ ആഭരണങ്ങൾ ചോദിക്കാതെ ആരാണോ നിങ്ങളെ കൂട്ടുന്ന കല്യാണം കഴിക്കുന്ന അവരുടെ എല്ലാ ചെലവും ഞാൻ വഹിക്കുന്നു. അതിൽ ചെറുപ്പക്കാരൊക്കെ തയ്യാറായി. ഒരുപാട് പെൺകുട്ടികൾ രക്ഷപ്പെട്ടു പോയി, ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയി. അയാൾ സഹായിച്ചും ചെയ്ത്. അവർക്ക് മഹറിനുള്ള പൈസ അയാൾ കൊടുത്തു, വസ്ത്രം അയാൾ കൊടുത്തു, പെണ്ണിനുള്ള വസ്ത്രം കൊടുത്തു, കല്യാണ ചെലവ് കൊടുത്തു, എല്ലാം കൊടുത്തു. ചില ആളുകൾക്ക് മൂപ്പര് പൊരിയുണ്ടാക്കി കൊടുത്തു ആ സന്തോഷം കൊണ്ട്. അതും നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ കൺമുമ്പിലാണ് നടക്കുന്നത്. പിന്നെ ഒരിക്കലും കൃത്രിമൊന്നും കാണിക്കാൻ പറ്റൂല. നമ്മളൊരു പുതിയ ആപ്പിൾക്ക് കാശ് കൊടുത്തിട്ട് അവന് പിന്നെ അതുകൊണ്ട് കള്ളുടിക്കാൻ പറ്റൂലല്ലോ. ആളുകളുടെ കൺമുമ്പിലല്ലേ. നേരെ വെച്ച് പെണ്ണിന്റെ കൈ വാപ്പാന്റെ കൈ കൊടുക്കുന്ന കാശ് എവിടെയാണത് എത്തുന്നത് നമ്മളടുത്ത് വല്ല ഐഡിയ ഉണ്ടാകും. ഇയാൾ എവിടുക്കാത് മകളെ കെട്ടിക്കുന്നത്, തമിഴ്നാട്ടിലാണോ അതെല്ലാം പിന്നെ മൈസൂർക്കാണോ, അവൻ ആരാണ്, ഏത് നാട്ടുകാരനാണ്, ഈ കാശ് എന്ത് ചെയ്യുന്നത് നമ്മളടുത്ത് വരെ ഐഡിയ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറുപ്പക്കാരെയാണ് സഹായിക്കേണ്ടത്. അപ്പോ താനെ പെൺകുട്ടികൾ രക്ഷപ്പെടും. പിന്നെ കല്യാണം നടക്കാൻ കാശ് അവർക്ക് ആവശ്യം വരില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ, കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടാവും, വിഷമിക്കുന്നവരുണ്ടാവും, അതൊന്നും പരിഗണിക്കാതെ വെറുതെ അവിടെയും ഇവിടെയൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പ്രയോജനമില്ല.
പൈസ അല്ലാഹു തആല നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായിട്ട് തന്നതാണ് പണം. ഖുർആൻ അങ്ങനെയാണ് പൈസയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സമ്പത്തിനെ കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ല നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു തആല പറഞ്ഞത് വലാ തുഅ്തുസ് സുഫഹാ അംവാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായ സമ്പത്ത് അത് നിങ്ങൾ പോയത്തക്കാർക്ക് കൊടുക്കരുത് എന്നാ പറഞ്ഞത്. വലാ തുഅ്തുസ് സുഫഹാ, വിഡ്ഢികൾക്ക്. അതായത് അത് എങ്ങനെ വിനിയോഗിക്കണം, എന്തിനു വിനിയോഗിക്കണം എന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത, തന്റെ ഇടമില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ പൈസ നിങ്ങൾ കൊടുക്കരുത്. വലാ തുഅ്തുസ് സുഫഹാ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, ആ സമ്പത്ത് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് നിങ്ങളുടെ ഖിയാമിന്, നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. പൈസ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു തത്വം ആർക്കത് അറിഞ്ഞുകൂടാത്തത്? ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ കാശ് വേണ്ടേ, ആഹാരം കഴിക്കണ്ടേ, വസ്ത്രം വേണ്ടേ, വീട് വേണ്ടേ, ചികിത്സ വേണ്ടേ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണ്ടേ? അപ്പൊ പണം എന്നുള്ളത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് കൈകാര്യം ചെയ്യുന്ന വളരെ സൂക്ഷിച്ചിട്ട് വേണം.